പല പണി നോക്കി പണമതിനായി ഞാൻ പലരോടുമായി എരന്നു ഞാൻ നോക്കി. ഇന്നിവിടൊരു തരി അരിമണിയില്ല, വാങ്ങിടാൻ ഒരു ഗതി പരഗതിയില്ല. റേഷൻ കടയിലും അരി തരികില്ല, റേഷൻ അരിക്കൊരു രുചിയും അതില്ല. ചക്കരി കുത്തരി പച്ചരി നല്ലരി അച്ഛൻ കുത്തിയ കുമ്പളം വെള്ളരി പച്ചക്കറി വിലയ. വാങ്ങാനായി കാശില്ലരാതെ എന്നെ കൊണ്ടുപോയി പുഴുങ്ങിട്ടെന്നെ. ആരിപ്പേരും ജീരകം പരിപ്പു പഞ്ചാരയും മുളക് സവാളയും ഗോതമ്പുമാവും ആരിപ്പേരും ജീരകവും. നിന്റെ ഒരു കൂട്ടുകാരനല്ലേ സുരേഷ്? അവനെ വിളി. ഓ, അവൻ വിഷമിച്ചിരിക്കുന്ന വീട്ടിൽ. അതെന്തിനു? എന്റെ പൊന്നെണ്ണ, സുരേഷ് ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോണ്ടല്ലോ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഇത് 101 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അയച്ചു കൊടുത്തോ? എവിടെ അവൻ കിടന്ന് ഉറങ്ങിയെന്നാ. എന്നിട്ട് നേരം വെളുത്തപ്പോഴേ അവന്റെ ഭാര്യ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി. ആ മെസ്സേജ് അയച്ചു കൊടുക്കാത്തോണ്ട് സംഭവിച്ചില്ലയോ? എടാ നീ മിനുവേ, നീ പറഞ്ഞ നേരാന്നു? പിന്നെ സത്യമാന്ന്. എന്നാ സുരേഷിനോട് വേണ്ട എന്റെ ഫോണിലുള്ള ആ മെസ്സേജ് ഒന്ന് അയക്കാം. അണ്ണ 101 പേർക്ക് അയച്ചു കൊടുക്കുവോ? ഞാനോ? എടാ വീട്ടിൽ അറിഞ്ഞിരിപ്പില്ലേ, പോട്ടെ. ഒരു ബഹുമാനം കാണിക്കത്തില്ലേ? അയ്യോ, ഭാര്യയ്ക്കും ഇല്ല മക്കൾക്കും എന്നോടൊരു ബഹുമാനം ഇല്ല. പക്ഷേ എന്റെ മുറിക്കകത്തിരിക്കുന്ന അലമാരിയിലെ തുണിക്ക് മാത്രമുള്ള എന്നോടൊരു ബഹുമാനം. തുണിക്ക് എന്തോടാ ബഹുമാനം? അത് തുറക്കുമ്പോ 2-3 എങ്ങനെങ്കിലും വന്നിട്ട് കാലിൽ ഇവിടെ വന്നു വീഴും. ഭക്തജനങ്ങളിലെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്റെയാണ്. എന്ന നാടകം ഇന്ന് രാത്രി 9:30 ഉണ്ടായിരിക്കുന്നതാണ്. അമ്മേ ശരണം ദേവി ശരണം. നിന്റെ ഈ ചമ്മല് മാറ്റാൻ വേണ്ടി ഒരു കമ്മല് വാങ്ങിച്ചു തരട്ടെ. മൂത്തമോൻ എന്ത് ചെയ്യുവാ? മൂത്തമാനെ വെളിയില. ഏത് രാജ്യത്ത്? രാജ്യത്തും ഗൾഫിലൊന്നും അല്ല, വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാ. കള്ളു കൂടി ചലമ്പാ. രണ്ടാമത്തവനാ? രണ്ടാമത്തെ ബിടെക്. അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഇറക്കണെങ്കിലും. നീ എന്തോ ഈ പറയുന്നേ? ബിടെക് എന്ന് പറഞ്ഞു. ബിടെക് എന്നല്ല പറഞ്ഞ, അവന്റെ കാര്യം വിട്ടേക്ക്. അവൻ ഇതിന്റെ ബാക്കിയാ. രണ്ടും പേരെ കേട്ടത്തില്ലേ? ഈ പാട്ടിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് സാർ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ വന്നേ, ഈ പാട്ടിനകത്തൊരു വെല്ലുമയുടെ കാര്യം പറയുന്നുണ്ട്. ഒരു വെല്ലുമയുടെ കൈയുടെ കാര്യം. അത് ഏതാണ് ആ വെല്ലുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. മനോജ് കെന്റെ അമ്മയാണെങ്കിൽ അത് ഊർമിള. ഞാൻ പാട്ടൊന്ന് പാടി ഞാൻ നോക്കട്ടെ. വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. വെല്ലുമ്മ ഏതാന്നുള്ളത് മനസ്സിലായി? ആ വെല്ലുമ്മ ഏതാന്ന് അഷ്ടസ്ത്രിതാ പ്രദണ്ഡം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യതുകുല കാമ്പോചി ക്ലിഞ്ഞു പ്ലിഞ്ഞു സംസുള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടേ. പച്ചത്തത്തില്ല ഈ മീൻ ഉപ്പില്ലല്ലോടി. ആ, ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മീനാ. ഇത്രയും ഉപ്പൊക്കെ തന്നെ ധാരാളം. വേണമെങ്കിൽ തിന്നാ മതി. ചൂല് അത് പറയാ നീ ആരാ? എന്നെ കൊണ്ട് വെറുതെ ചൂലെടുപ്പിക്കരുത്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ കരളെ കുരുക്കളാണോ? കരളിൽ കുരുക്കളാണ്. ഞാനപ്പോ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് മാറ്റി. അതല്ല ഞാൻ ചോദിച്ചത്, ഈ കളരി അടി കുത്ത് അടി ഇതൊക്കെ പഠിപ്പിക്കുന്ന ആശാനാണോന്നോ? അത് ഞാന്. എന്റെ അന്തോണി മാഷെ, കോഴിയിറച്ചി ഇത്തിരി എരിവ് കൂടി, കൈ വരെ പോവേന്നു. എന്നിട്ട് 1.5 കോഴി അകത്താക്കിയല്ലോ. അത് പിന്നെ കോഴിയല്ലേ, വിടാൻ പറ്റോ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു. എന്തുപറ്റി? എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു എന്ന്? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല, പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. ചേട്ടായി, എന്റെ വീട്ടിലെ അനിയന് പെണ്ണ് നോക്കണേ. എങ്ങനത്തെ പെണ്ണ് നോക്കാൻ പറയട്ടെ? നിന്നെ പോലത്തെ പെണ്ണ് നോക്കാൻ പറ. എന്നെ പോലത്തെ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക്? അതുകൊണ്ടല്ല, ഞാനും എന്റെ വീട്ടുകാർ അനുഭവിക്കുന്നത് നിന്റെ വീട്ടുകാരും കൂടെ കുറച്ച് അനുഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഈ കല്യാണം കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഞാൻ സമാധാനം തരാതിരുന്നിട്ടുണ്ടോ? ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, എന്റെ വായനാവ് ഇവിടുന്ന് കേൾക്കാറുണ്ടോന്ന്. കമ്മാന്നൊരു അക്ഷരം ഞാൻ മിണ്ടാറില്ലെന്നാ. പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്ക്. തലയ്ക്ക് ഭയങ്കര പരിപ്പ്. നല്ല പരിപ്പുണ്ടോ? ഛർദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദിച്ചു. എടോ, അതല്ല, തനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദിക്കാൻ വരുന്നില്ല. ഹേ, ഛർദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ? തീറ്റി എടുത്തായിരുന്നു? തീറ്റി എടുക്കാൻ ഞാൻ പെരുമ്പാമ്പോ?
എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ കണ്ടത്തിലാന്ന്. ചെറുമീനാണോ? കണ്ടത്തിലെ രാഘവനില്ലേ? രാഘവന്റെ ഇളയ മോൻ എനിക്ക് ഇവിടെ ജോലി. എടാ മാനെ, നിങ്ങൾ അവിടെ അല്ലല്ലോ ഇപ്പൊ താമസിക്കുന്നത്? അയ്യോ, അവിടെ വിറ്റ് ഞങ്ങള്. നിങ്ങളിപ്പോ എവിടെയാ? LP സ്കൂളിന്റെ മോളിലാ. LP സ്കൂളിന്റെ മേളിൽ താമസിക്കാൻ നിങ്ങൾ എന്നെ പ്രാവോ? അതല്ല ഇപ്പൊ റൂമിന്റെ മാറി. ഈ റൂമിന്റെ മറവിൽ റൂമിന്റെ മറവോ? പിന്നെ കർട്ടന്റെ മറവാണോ? കർട്ടന്റെ മറവോ? പിന്നെ എവിടെയാ? നിനക്ക് ഈ മറയത്തിരിക്കുന്ന കേസ് മാത്രമേ മനസ്സിലുള്ളൂ. ഇടാ, ആരുടെ മറവിലല്ലോ. പിന്നെ സൈനാധിപൻ പ്രഭു ഇടക്കിടക്ക് നമ്മുടെ രാജ്യമായ റോമിനെ പടേ വിസ്മരിക്കുന്നു. ഓ റം ADS ആണോ? ഈ യഹൂദന്മാരെ അയൽക്കൂട്ടം ഉണ്ടാക്കാൻ വന്ന പട്ടി. ഇട ഈ യഹൂദന്മാരെ രാജാവ്. ആ യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്ന അവനെ ശിക്ഷിക്കുക. ചിച്ചിക്ക് ആറടി പൊക്കോട്ട് സൈനാധിപൻ നിന്ന് വിളമ്പുവാ. ചിച്ചിക്കുക. എടാ പൊത്തെ ശിക്ഷിക്കുക. അറിയാമെങ്കിൽ പിന്നെ അങ്ങ് ചിച്ചിച്ചാ പോലെ. ഹലോ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ആ മോനെ സുഖാണ്. തലവേദന എങ്ങനെയുണ്ട്? ബുക്ക് വായിച്ചോണ്ടിരിക്കുക. എന്താടാ കണ്ണടച്ച് തുറക്കണേ മുമ്പ് ഇല കാലിയാക്കണതാണല്ലോ. ഇന്ന് എന്ത് പറ്റി? തിന്നാൻ പറ്റണില്ല. തപ്പ് ഓടുന്ന പോലെ ചങ്ക് കയറുന്നു. ഡുണ്ടുണ്ടും പിടയ്ക്ക കരച്ചില് വരിക. നീ ആശാൻ പറഞ്ഞത് മറന്നോ? കരച്ചിൽ വന്നാലും ആരെയും കാണിക്കരുത്. ചിരിച്ചോണ്ട് തിന്നടാ. അയാള് കല്യാണം കഴിച്ചാ പിന്നെ അയാളുടെ കൂടെ നന്ദിനിക്കുട്ടി പോന്ന് മാതേടത്തി പറഞ്ഞ് ശരിയാണ് ആശാനെ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ കൂടെ പോണ്ടേ? നീ വല്ലതും കഴിക്കേ. വേണ്ട. അതെ വേണ്ടെങ്കിൽ അവിടെ വെച്ചാല് ഞാൻ കഴിച്ചോളാം. ഞാൻ എന്റെ ഭർത്താവിനെ എന്റെ കൺകണ്ട ദൈവത്തെ പോലെ കാണുന്നത്. ഇതുണ്ടോ? അതെന്നെ ഒരുപാട്. ഈ ദൈവത്തിനെ ചെലവയ്ക്ക് അടിച്ചതാ ഈ ഭക്ത. ഇങ്ങനെയാണോ ദൈവത്തെ പോലെ? നിങ്ങൾ എന്നെ റാണിപ്പല്ലേ നോക്കിയോളാന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്? അതിനിപ്പോ എന്നാ പറ്റി? രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെക്കണം. ഈ വീട് മൊത്തം തൂത്ത് തുടച്ച് വെക്കണം. നിങ്ങളുടെ എല്ലാം ഡ്രസ് എല്ലാം കഴുകി തേച്ച് വെക്കണം. വേസ്റ്റ് കൊണ്ട് താഴെ കൊണ്ട് വെക്കണം. ഞാൻ റാണിയല്ലേ, ഇവിടുത്തെ വേലക്കാരി. ഞാൻ ഒരു കാര്യം പറഞ്ഞത് കേക്കൂ. രാവിലെ ചായ വേണോ കാപ്പി വേണോ തീരുമാനിക്കുന്ന ആരാ? അത് ഞാനാ. ആണോ? രാവിലെ ഇഡ്ഡലി വേണോ ചപ്പാത്തി വേണോ തീരുമാനിക്കുന്ന ആരാ? ഞാനോ? രാവിലെ ഞാൻ ഏത് ഡ്രസ് വേണോ തീരുമാനിക്കുന്ന ആരാ? ഞാനോ? രാവിലെ പിള്ളേർ ഏത് ഡ്രസ് തീരുമാനിക്കുന്ന ആരാ? അത് ഞാനോ? ടൂർ പോയാ ഊട്ടി വേണം മൈസൂർ വേണം തീരുമാനിക്കുന്ന ആരാ? ഞാൻ. കാറെ പോണോ ബൈക്കെ പോണോ തീരുമാനിക്കുന്ന ആരാ? ഞാൻ. അല്ലേ? അപ്പൊ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാ? ഞാൻ. അപ്പൊ നീ തീരുമാനിക്കും, നീ റാണിയാണോ അതോ വേലക്കാരിയാണോ? മനസ്സിലായോ? റാണിയല്ലേ?